ശ്രീ TKA ഷാഫി, അദ്ദേഹം KSTയുടെ ജനറൽ സെക്രട്ടറിയാണ്, ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷാഫി, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇത്തവണ ഓണപ്പരീക്ഷ നടത്തേണ്ടതുണ്ടോ? നമസ്കാരം. പറയൂ. ഓണപ്പരീക്ഷ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. അന്ന് തന്നെ ഇപ്രാവശ്യം പതിവിൽ നിന്ന് വിപരീതമായി സെൻസസ് ഡ്യൂട്ടി അധ്യാപകർക്കുണ്ടായി. അന്ന് തന്നെ ഞങ്ങളുടെ സംഘടന ഇത് പരിഗണിക്കണം, ഈ സെൻസസ് ഡ്യൂട്ടി ഉള്ളവർക്ക് പകരം അധ്യാപകരെ പോസ്റ്റ് ചെയ്ത് അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് പ്രയാസമുണ്ടാവരുതെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ അതിനോട് മുഖം തിരിച്ചു. എന്നാൽ അപ്പോൾ ഞങ്ങൾ പിന്നീട് ആവശ്യപ്പെട്ടത് പാദവാർഷിക പരീക്ഷയ്ക്ക് ഇത്രയും പ്രവൃത്തി ദിവസം നഷ്ടപ്പെട്ടതുകൊണ്ട് അതിനനുസരിച്ചുള്ള ചോദ്യങ്ങളെ, പാഠഭാഗങ്ങളുടെ ചോദ്യങ്ങളെ ഉൾപ്പെടുത്താവൂ എന്നാവശ്യപ്പെട്ടിരുന്നു. ഏറ്റവും രസകരമായ കാര്യം, ഇതുവരെയായി സാധാരണഗതിയിൽ ഇയർ പ്ലാൻ എന്ന് പറഞ്ഞ സംവിധാനം സ്കൂളുകളിലുണ്ട്. ഓരോ മാസവും ഏതൊക്കെ പാഠങ്ങൾ എത്രയൊക്കെ പഠിപ്പിച്ച് തീർക്കണം, ഓരോന്നിനും എത്ര പീരിയഡ് ഉപയോഗിക്കണം എന്നുള്ള ശാസ്ത്രീയമായി തയ്യാറാക്കുന്ന അക്കാദമിക രേഖയാണത്. അത് ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പഠിപ്പിച്ചു തീർക്കേണ്ട പാഠങ്ങൾ എന്നുള്ളത് കഴിഞ്ഞ വർഷത്തേത് റെഫർ ചെയ്തുകൊണ്ട് അധ്യാപകർ സ്വന്തം ചെയ്യുന്നതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ കാലവർഷക്കെടുതി വരികയും നമ്മുടെ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ധാരാളം ദിവസങ്ങൾ കുട്ടികൾക്ക് അധ്യയനത്തിന് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ നാം നേരത്തെ നിശ്ചയിച്ച സെൻസസിന് വേണ്ടി പാഠഭാഗങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ പോലും കുട്ടികൾക്ക് അത് അഡ്രസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ പരീക്ഷ നടത്തുന്നത് യഥാർത്ഥത്തിലൊരു ചോദ്യ പേപ്പർ കൊടുക്കും, അതിലെ എടുത്ത ഭാഗങ്ങളിലെ അല്ലാത്ത ചോദ്യങ്ങളായിരിക്കും കൂടുതൽ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനപ്പുറം മറ്റൊരു കാര്യവും കൂടി നടന്നത്, നമ്മുടെ മതനിരപേക്ഷ കേരളത്തില് ഏറ്റവും വലിയ ഉത്സവമാണ് നമ്മുടെ ഓണം. അത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന വിദ്യാലയങ്ങളിലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 40 ലക്ഷം കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും അടക്കം നമ്മുടെ കേരളീയരിലെ ബഹുഭൂരിഭാഗം ആളുകളും പങ്കെടുക്കുന്ന ഏറ്റവും വലിയ ആഘോഷമാണ് സ്കൂളുകളിൽ നടക്കുന്ന ഓണാഘോഷം. പാഠ്യപദ്ധതി എന്ന് പറഞ്ഞാൽ അക്കങ്ങളും അക്ഷരങ്ങളും പഠിക്കുക മാത്രമല്ല, ഇത്തരം മൂല്യങ്ങൾ ഉൾക്കൊള്ളുക, കൂട്ടായി പ്രവർത്തിക്കുക തുടങ്ങിയവ കൂടിയാണ്. അതിൽ അവസരമായിരുന്നു ഓഗസ്റ്റ് 21. എല്ലാ കാലത്തും അങ്ങനെ വെക്കാറുണ്ട്. എന്നാൽ ഇപ്രാവശ്യം പരീക്ഷ ടൈം ടേബിൾ പുനഃക്രമീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ബഹുഭൂരിഭാഗം അധ്യാപക സംഘങ്ങളാണ് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓഗസ്റ്റ് 21 പരീക്ഷ വെച്ചിരിക്കുകയാണ്. അതും മാറ്റേണ്ടതുണ്ട് എന്നുള്ളതും ഞങ്ങളുടെ അഭിപ്രായമാണ്. തീർച്ചയായും ഇപ്പോൾ പരീക്ഷ നടത്തിയാൽ അത് യഥാർത്ഥത്തിൽ ചോദ്യ പേപ്പർ കൊടുക്കും, അതിലെ ഭൂരിഭാഗം ചോദ്യങ്ങളും കുട്ടികൾക്ക് പാഠങ്ങളിലൂടെ കവർ ചെയ്യാത്തതാവും. അതിന്റെ ഉത്തരവാദിത്തം അധ്യാപകർക്കല്ല. വളരെ അപ്രതീക്ഷിതമായ മഴക്കെടുതി അടക്കമുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ട് നമ്മുടെ നിയന്ത്രണത്തിനപ്പുറമുള്ള കാര്യങ്ങളാണ്. അവിടെയാണ് സർക്കാർ ഒരു വളരെ യുക്തിപരമായി ചിന്തിച്ചുകൊണ്ട് തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. യെസ്, ഇതാണ് താങ്കളുടെ അഭിപ്രായം. പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യത്തിൽ ഓണപ്പരീക്ഷയ്ക്ക് മുന്നോടിയായി പല പോർഷൻസും തീർക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നാണ്. അവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, സർക്കാർ പറയുന്നത് 13-ാം തീയതി പരീക്ഷ നടത്തുമെന്നും 10-ാം തീയതി വരെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതുവരെ പഠിപ്പിച്ച പാഠഭാഗങ്ങളിൽ നിന്ന് പരീക്ഷ ചോദ്യപേപ്പർ തയ്യാറാക്കും എന്നുമാണല്ലോ. ചോദ്യപേപ്പർ നേരത്തെ തയ്യാറാക്കി അത് അച്ചടിച്ചു കഴിഞ്ഞ് BRC-കളിലടക്കം എത്തിത്തുടങ്ങി. ഇനി എങ്ങനെ അതിൽ മാറ്റം വരുത്തും? അതൊരിക്കലും പ്രായോഗികമല്ലല്ലോ. നേരത്തെ തയ്യാറാക്കി. അത് തന്നെ ഞങ്ങൾ പറഞ്ഞത് ഉൾക്കൊണ്ടിട്ടുണ്ടോ ഇല്ലേന്ന് ഞങ്ങൾക്കറിയില്ല. വളരെ കോൺഫിഡൻഷ്യൽ ആണല്ലോ ചോദ്യപേപ്പർ. ഞങ്ങൾ അന്ന് പറഞ്ഞ സെൻസസിനെ പോലും പരിഗണിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ചോദ്യപേപ്പർ വരുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ. അതുകൊണ്ട് ചോദ്യപേപ്പർ ഇനി മാറ്റും എന്ന് പറയുന്നത് ആര് പറഞ്ഞാലും അത് പ്രായോഗികമായി ഈ കാര്യത്തെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ പറയുന്നു എന്നേ പറയാൻ പറ്റും. റൈറ്റ്. ഇപ്പോൾ ശ്രീ അബ്ദുൾ, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.